ടാറ്റ ഇപ്പോൾ പുതിയ സിയറ ഇറക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പഴയ സിയറ. ട്രയംഫിൻ്റെ 3HW, BSയുടെ M20. ഇത് 3 വേൾഡ് വാർ 2 സമയത്തുണ്ട്. അതുകൂടെ എടുത്ത് കളക്ഷൻ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ട്. യുദ്ധങ്ങളോടാണ് താല്പര്യം. അത് ഓരോ കാലഘട്ടത്തിലെ വണ്ടികൾ. അത് നമ്മളീ പറഞ്ഞ പോലെ ചെറിയ ആനക്കുട്ടികളെ കാണുന്ന പോലെ ഭയങ്കര ക്യൂട്ട്നെസ്സാണ് ഈ വണ്ടിക്ക്. അച്ഛനും അമ്മയും അമ്മക്കൊക്കെ കേട്ടാൽ രക്ഷപ്പെടുമായിരിക്കും, സ്വാഭാവികം. എന്നാലും അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഒരു ഹായ് പറയൂ ബ്രോ. ഹായ്. ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് എൻ്റെ വണ്ടി, രാജദൂത് സൂപ്പർ ഡി. എല്ലാവർക്കും നമസ്കാരം, വെൽക്കം ടു അവർ ചാനൽ ഹാർഡ് ഡോസ്. ഇന്ന് അമ്മൂല്ല കേട്ടോ, ഞാൻ ഒറ്റയ്ക്കാണ്. ഞാനിപ്പോൾ ഒറ്റയ്ക്ക് നമ്മുടെ ബൈക്ക് ഓടിച്ചിട്ട് എറണാകുളത്ത് വന്നേക്കാണ്, രാജേന്ദ്ര മൈതാനിൽ. ഇവിടെ വിൻറ്റേജ് ബൈക്കുകളുടെ ഒരു എക്സിബിഷൻ. അപ്പോൾ ഒരു രസം തോന്നി. ഞാൻ ഇതുവരെ ഇങ്ങനെ എക്സിബിഷനിലൊന്നും നമ്മുടെ ബൈക്കൊന്നും അങ്ങനെ വെച്ചിട്ടില്ല. അപ്പോൾ അതൊരു മോഹം തോന്നി. അപ്പോൾ അങ്ങനെ വന്നതാണ്. ഞാൻ ഈ ബൈക്ക് എടുത്തത് എൻ്റെ അച്ഛൻ്റെ അമ്മാമൻ്റെ മകനായിട്ടുള്ള അരുൺ അരുണേട്ടൻ്റെ എന്നാണ്. അപ്പോൾ അരുണേട്ടനോട് ഞാൻ ചോദിച്ചു, അരുണേട്ടാ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് കേട്ടോ, ഞാൻ പോകണമെന്ന് ചോദിക്കണം. ആ പോയിക്കോളൂ കയറാൻ, നല്ലതാണ്. ഏട്ടനാണെന്ന് വെച്ചാൽ സ്ഥിരം ഇതേപോലുള്ള പ്രോഗ്രാമിനൊക്കെ പോകുന്ന ആളാണ്. ഇന്ന് ഏട്ടന് വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എത്തിയേക്കാണ്. അപ്പോൾ വണ്ടികളിങ്ങനെ ഓരോന്നോരോന്നായി കാണാം. അപ്പോൾ അതാ നമുക്കൊരു സൈഡിൽ നിന്ന് തുടങ്ങാം. ഇല്ലേ, ലാംബ്രട്ടുകൾ, ലാംബി, RX, പഴയ സാധനങ്ങൾ, ഷെവർലെയാണത്. കാണാൻ കിട്ടുകയെന്ന് പറഞ്ഞാൽ തന്നെ ഇതൊക്കെ കൊണ്ടു നടക്കാൻ വേണം, ഒരു മനസ്സ് വേണം, അധ്വാനം വേണം. നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. ടാങ്കൊക്കെ ഉണ്ടല്ലേ, ഓപ്പണിങ്ങൊക്കെ പുറത്താണ്. ഇത് വേറൊരു മുതൽ, എല്ലാവരുടെ ഒന്നും പേരൊന്നും എനിക്കറിയില്ല. വണ്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് ഇതേതാ കമ്പനി അറിയില്ല, കാണാൻ നല്ല രസമുണ്ട്. പണ്ടത്തെ വണ്ടികളൊക്കെ എന്ത് നീളവും വീതിയായിരുന്നു അല്ലേ. ഒരു ബെൻസാണ്, എനിക്ക് ടയറുണ്ടല്ലേ. അതുമാതിരി ആ വൈറ്റ് ഇതൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് കിട്ടാൻ. വെയിൻറ്റേജിൽ കൊണ്ടുനടക്കാൻ തോന്നുന്നു നല്ല പണിയാണ്. ബെൻസാണ് കേട്ടോ, ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സാണ്, ഫിയറ്റിൻ്റെ വണ്ടിയാണ്. ഈ വണ്ടി മരുണേട്ടൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. ഫിയറ്റ് 1001 എന്തോ ഒതുക്കല്ലേ കാണാൻ. കർണാടകയിൽ ഒരു ലൈറ്റ് പച്ച കളർ വണ്ടി ഉണ്ടായിരുന്നു. എന്ത് രസമാണ്, സീറ്റൊക്കെ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. റോമൊക്കെ എന്ത് വൃത്തിയായിട്ടാണ്. പെയിൻറ്റിങ് സൂപ്പറായിട്ടുണ്ട് ഈ വണ്ടിയുടെ, ക്വാളിറ്റി പെയിൻറ്റ്. ഒക്കെ പോകുമ്പോൾ തന്നെ രാജാപ്പാട്ട് ലുക്കാണ്. എനിക്ക് എന്ത് രസമാകത്തൊക്കെ.
വൈറ്റിൽ. അടുത്ത വണ്ടി വൈറ്റ് ഫസ്റ്റ്. പെയിൻ്റൊക്കെ ഇത്തിരി ഇതായിട്ടുണ്ട്, പക്ഷെ എന്നാലും നന്നായി മെയിൻറ്റെയിൻ ചെയ്തത്. പിന്നെ കുറച്ചുകൂടി പുതിയതായി. ബെൻസിൻ്റെ മോഡൽ നമ്പർ അറിയുന്നവർ കമൻറ്റ് ചെയ്യും. ഇങ്ങനത്തെ വണ്ടി കാണുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരിക നിർണയത്തിലെ വില്ലൻ്റെ വണ്ടി അല്ലേ. 230S. ഇതും ബെൻസിൻ്റെ ഡാർക്ക് പച്ച. എത്ര സ്ഥലം, എത്ര വലിപ്പമല്ല. ഇത് ഇവിടുന്ന് ഇങ്ങോട്ടാ തുറക്കുക. സീറ്റൊക്കെ കിടലായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു. 190. പ്രീമിയം പാർട്ടി സോൾട്ട് ആൻഡ് പെപ്പറിലെ വണ്ടി പോലത്തെ വണ്ടി. നല്ല ലുക്കുണ്ടല്ലേ കളറ്. അതിനൊക്കെ കുറച്ചൊരു പഴയതാണ് ഫിയറ്റ്. നല്ല രസമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഫിയറ്റ് 1000. മുമ്പത്തെ മോഡൽ നേരത്തെ കണ്ടേക്കാൾ ഇത്തിരി വ്യത്യാസമുണ്ട്. ഇത് കുറച്ചും കൂടി പുതിയതാണെന്ന് തോന്നുന്നു. ട്രംപ് മാർക്ക് 3. ഇതുപോലെ CID മൂസത്തെ ആണോ സംശയമുണ്ട് അല്ലേ. ഞാനൊന്നും ഉറപ്പിച്ച് പറയാത്ത, ഇനി പറഞ്ഞിട്ട് ഇനി അതല്ലെങ്കിലോ. അപ്പം അറിയുന്നവർ പറയട്ടെ. അത് ലുക്കല്ലേ ഫ്രണ്ട്. ഇത് അടുത്തത് എന്താ, മോറിസ്. അതാണ് നമ്മൾ ഈ മൂട്ടക്കാർ എന്ന് പറഞ്ഞ സാധനം. ഡിക്കല്ലേ വണ്ടി. ബാക്കിൽ ഫുൾ ഉരുണ്ട് വരിക. എന്നാൽ അത്യാവശ്യം ഡിക്കുണ്ട്. വെസ്പ, ലാംബ്രട്ട, വിജയ് സൂപ്പർ. വിജയ് സൂപ്പറും പൗർണമിയും. അങ്ങനത്തെ വിജയ് സൂപ്പർ, ലാംബ്രട്ട, വിജയ് സൂപ്പർ. വിജയ് സൂപ്പറിന് തന്നെ പല മോഡലുകളും ഉണ്ട് അവിടെ. പ്രിയ, നല്ല ഒതുക്കുള്ള ക്യൂട്ടായിട്ടുള്ള ബൈക്ക് പ്രിയ. 3 പ്രിയകൾ. നല്ല കിടിലം പെയിൻറ്റിങ് കേട്ടോ. നല്ല രസമാണ്. ഇതിൻ്റെ ഡയലോഗ് വളരെ സ്ലീക്കും വളരെ ചെറുതും. ചേതക്കിൻ്റെ ഒക്കെ മുമ്പ് ഇറങ്ങിയ സാധനമാണ്. കയ്യിൽ കീറുള്ളതാണ്. ഇതാണ് എൻ്റെ വണ്ടി, രാജദൂത് സൂപ്പർ ഡി. ഇത് ഓടിച്ചിട്ടാണ് ഞാൻ വന്നത്. കിടിലം ബുള്ളറ്റ്, പഴയ ബുള്ളറ്റാണ്. 50 തന്നെ, പക്ഷെ കുറച്ച് ഒലിപ്പിച്ചിട്ടുണ്ട് വണ്ടി അല്ലേ. തിളങ്ങണം. ബാക്കിൽ നിന്ന് കാണുന്ന രസം. SD-കൾ റോഡ് കിങ് ആണ്. റോഡ് കിങ് അടിപൊളിയായിട്ട് പെയിൻറ്റിങ് ഒക്കെ ചെയ്ത് കുട്ടപ്പനാക്കി ഇറക്കിയ വണ്ടിയാണ്. അതിൻ്റെയൊക്കെ ശബ്ദം. അടുത്ത റോഡ് കിങ് കളർ നല്ല രസമുണ്ട്. ഡിസ്പ്ലേക്ക് കയറ്റിയിട്ടുണ്ട്. ഓ ഇത് സൂപ്പർ. ഇതും റോഡ് കിങ് ആണ്. കുറച്ചുകൂടി പുതിയതാവുന്നുണ്ട്. ആ ക്രോമൊക്കെ വളരെ രസമായിട്ടിരിക്കുന്നു. ഫുൾ ക്രോമാണ് ഹെഡ്ലൈറ്റ്. ഡ്രമ്മാണ്. സൂപ്പർ. ഇതാ നമ്മുടെ നാട്ടിലിറങ്ങിയ ആദ്യത്തെ ഇലക്ട്രിക് കാർ. വളരെ ചെറിയതായിട്ടുള്ള 80 കിലോമീറ്ററൊക്കെയാണ് ഫുൾ ചാർജ് കിട്ടുകയെന്ന് പറഞ്ഞത്. പക്ഷെ പുതിയ തന്നെയാണത്, ബീറ്റിൽ. പക്ഷേ ഇതിനൊരു ഫാൻ ഫോളോയിങ് ഉള്ള ഒരു വണ്ടിയാണ്. സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ പോലും ഏകദേശം 13-14 ലക്ഷമൊക്കെയാണ് ഇതിൻ്റെ വില. ജീപ്പ് എന്ന് പറയാൻ പാടില്ല, മഹീന്ദ്ര. എനിക്ക് അടിപൊളിയായിട്ട് അലോയൊക്കെ കയറ്റി സെറ്റാക്കിയൊക്കെയാണ്. അംബാസഡർ ഉണ്ട് കേട്ടോ, പഴയത്. കുറേ മോഡിഫിക്കേഷനൊക്കെ ചെയ്ത വണ്ടിയാണ്. ഏതാ ഗ്രാൻഡ്
അവസാന മോഡലുകളിലുള്ള ഒരു അംബാസഡർ. പുതിയ പ്രീമിയർ പൽപ്പിന് ഇറങ്ങിയത് അവസാനം ഇറങ്ങിയ മോഡൽ എന്ന് പറയാം. ഇതിൻ്റെയൊക്കെ ബോണറ്റ് ഇങ്ങനെ തുറക്കുക. ഇപ്പോൾ നമ്മൾ ഒരു സൈഡ് കഴിഞ്ഞിട്ടോ, ഇനി അടുത്ത സൈഡുണ്ട്. ഇത് വണ്ടിപ്രാന്തന്മാർക്ക് വേണ്ടി മാത്രമുള്ളൊരു വ്ളോഗാണ് കേട്ടോ, അതായെന്ന് ഞാൻ പറയാം. നമ്മൾ പൊതുവെ ചെയ്യാത്ത ഒരു ജോണറിലുള്ളൊരു വ്ളോഗായിരിക്കും ഇത്. ഇപ്പം ഇനി ട്രെൻഡിങ് ആവാൻ പോകുന്ന ഒരു മോഡലാണ്. കാരണം ടാറ്റ ഇപ്പോൾ പുതിയ സിയറ ഇറക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പഴയ സിയറ അല്ല, അതിൻ്റെ ആ ഒരു ബാക്കിൽ ഫുള്ള് ഗ്ലാസ്സൊക്കെ ആയിട്ടുള്ള മോഡൽ നല്ല രസമാണ് കാണാൻ. ഫുൾ ഗ്ലാസ്സാണ്. പക്ഷേ ഇപ്പോൾ ഇനി ഇങ്ങനൊരു സാധനം ഇറക്കാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം എൻക്യാപ്പും ക്രാഷ് ടെസ്റ്റും ഒക്കെ ഇഷ്യൂ ആവും. അതുകൊണ്ട് ഫുൾ ഗ്ലാസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല അവർക്ക്. എന്നാലും ഇതൊരു ലുക്ക് തന്നെയാണ്. 4 വീൽ ഡ്രൈവൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ ഇറങ്ങിയപ്പോൾ. അതന്നെ കുറച്ചും കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് ഇറക്കിയ വേറൊരു സിയറ അലോയൊക്കെ കയറ്റിയിട്ട് കുറച്ച് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ടൈപ്പായിട്ടുള്ള ടയറ്. ലുക്ക് തന്നെയാണ്. ബാക്കിൽ നിന്ന് കണ്ടില്ലേ, അത്യാവശ്യം ലെഗ് സ്പേസ് ഉണ്ട്. പിന്നെ ഫുൾ വിസിബിലിറ്റിയാണ് അതിൻ്റെ രസം. കിട്ടും ഒറിജിനാലിറ്റി അതേപോലെ മെയിൻറ്റെയിൻ ചെയ്തൊരു വണ്ടി. അടുത്തടുത്ത ബെൻസ് വന്നിട്ട് ക്ലാസ് ഉണ്ട്. അല്ലോ കിടക്കുന്നുണ്ടല്ലേ, സെയിം കളർ ബോഡി കളർ. വളരെ താഴ്ന്നിരിക്കുന്ന പോലെ ഉണ്ടാവും. അതിൻ്റെ വീതിയും നീളവും. വിൻറ്റേജ് ക്ലബിലെ കരടിയോ വണ്ടി തന്നെയാണ്. കുറച്ചുകൂടി പുതിയ മോഡലാണ്. 190D. ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണ്ട. അതിൻ്റെയൊക്കെ കളർ കണ്ടില്ലേ, പെയിൻറ്റിങ്ങൊക്കെ സൂപ്പറായിട്ടുണ്ട്. ഇതും 190D തന്നെയാണ്, അതും 190D തന്നെ. ഇത് ശരിക്കും പുതിയതാണ് തോന്നുന്നു. പെയിൻ്റ് അടിച്ചിട്ട് അധികമായിട്ടില്ലേ തോന്നുന്നു. ഇൻറ്റീരിയർ അസലായിട്ട് ഒറ്റ വൈപ്പറേ ഉള്ളൂ ഇതിന്. ഇതിന് സൺറൂഫൊക്കെ ഉണ്ട്, പണിയെടുത്തുണ്ട്. ഇതും ഒരു 190D. നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് ഇറങ്ങിയ മാരുതി 800 ഡീലക്സ്. എന്ത് രസാലേ, എത്ര ചെറുതാണത്. അടുത്ത് വന്ന് നോക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു കുട്ടിത്വം നമ്മളീ പറഞ്ഞ പോലെ ചെറിയ ആനക്കുട്ടികളെ കാണുന്ന പോലെ. ഭയങ്കര ക്യൂട്ട്നെസ്സാണ് ഈ വണ്ടിക്ക്. അതുതന്നെ വേറെ. ഇത് കുറച്ചും കൂടി പുതിയത് തോന്നുന്നു. പെയിൻ്റൊക്കെ നല്ല രസമുണ്ട്, നല്ല ക്യൂട്ടായിട്ട് വണ്ടി. ഇൻറ്റീരിയറൊക്കെ അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സൂപ്പർ വണ്ടി. ജീപ്പുകൾ, വില്ലീസുകൾ, നല്ല ലുക്കിലാണ്. പെയിൻറ്റിങ്ങൊക്കെ കിട്ടുന്നുണ്ട്. അതും വില്ലീസ്, ജീപ്പ്. എന്താ രസം. 4 വീൽ ഡ്രൈവ് എല്ലാതും. എൻ്റെ ബാക്കിൽ ഓപ്പൺ ആയിട്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ. കൊള്ളാം അല്ലേ. എല്ലാം പടുത് തന്നെയാണ്, പക്ഷേ അതിന് അതിൻ്റേതായൊരു മനോഹാരിത ഉണ്ട്. റിലീസ് ഇപ്പോൾ ഫുൾ ഓപ്പൺ. എന്താല്ലേ, ഡോറ് പോലും ഇല്ല. ലുക്ക് തന്നെ കേട്ടോ, മാസ് ലുക്ക്. ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാണ് അല്ലേ? അതെ, എല്ലാം ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാണ്. പത്മിനി നല്ല സൂപ്പറായിട്ടില്ല. നല്ല പതിഞ്ഞ് കിടക്കുന്നത് രസമായിട്ട് നിൽക്കുന്ന വണ്ടി. സൂപ്പർ. അല്ല സൈഡ് നോക്കും അല്ല ഇവിടെ ആ ഭംഗി
മോറിസ്. അത് ആ കളറിന് തന്നെ ഒരു വിൻറ്റേജ് ഫീൽ ഉണ്ട്. ഒരു ക്രീമി കളറാണ്. വൈറ്റ് അല്ല, പേൾ വൈറ്റ് അല്ല, ഓഫ് വൈറ്റ് ക്രീമി കളർ. വെൽ മെയിൻറ്റൈൻഡ്, സൂപ്പർ. എന്താ ഒരു ഭംഗി. ഹോണിൻ്റെ ഒക്കെ ഒരു രസേ. ഇത്ര വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. ബാക്കിലൊന്നും കാല് വയ്ക്കാൻ സ്ഥലം കൂടി ഇല്ല. വീട്ടിലാദ്യം ഒന്നുമില്ലായിരുന്നു. കോസ്റ്റ്യൂം തന്നെയാണിത്. കോസ്റ്റ്യൂം 7. സൂപ്പർ ലുക്കാട്ടെ വേണ്ടി, രക്ഷയില്ല. ഇതേതാണിത്? ഇതും ആ ഒരു ക്രീം കളർ തന്നെ രസമായിരുന്നു. മോറിസ്, വേറൊരു മോറിസ് പോലെ. ഓടാണ് ഇത്. നമ്മൾ പണ്ട് മോസ്കോയിൽ ഒരു മ്യൂസിയത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഈ വണ്ടി കണ്ടു, ഫോർഡിൻ്റെ. ലീവ് സ്പ്രിങ്ങൊക്കെ വില എങ്ങനെ വെച്ചേക്കണം. കമ്പിയുള്ള ചക്രങ്ങൾ. എന്താ ടയർ സൈസൊക്കെ എത്ര വലുതല്ലേ. ഒരു ഉയരല്ലേ വണ്ടിക്ക്. തന്നെ വീണ്ടും വേറെ ഒന്നും. പക്ഷെ ഇത് ഓപ്പണാണ് മാത്രം. ഇതിങ്ങനെ സൈഡ്, രണ്ട് സൈഡിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടാണ് തുറക്കുക. ഇവിടെ ഹിഞ്ചി ഉണ്ടല്ലേ. ഇതൊക്കെ ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറഞ്ഞാൽ അതൊരു ഭഗീരഥ പ്രയത്നം തന്നെയാണ്. കാണുമ്പോൾ ഇതിങ്ങനെ കയറി ഇരിക്കുന്നത്. സൂപ്പർ സൂപ്പർ. സ്ഥലമൊക്കെ വളരെ കുറവാണ് കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും യാത്ര ചെയ്യാൻ. പക്ഷേ അതിന് അതിൻ്റേതായൊരു ഭംഗി അകത്തിരിക്കുന്നവർക്ക് മാത്രമല്ല ആ ഒരു രസം, അത് കാണുന്നവർക്കും ആസ്വദിക്കുന്നവർക്കും ഉണ്ടാവും. അതാണ് ഈ വണ്ടിയുടെ പ്രത്യേകത. ഓസ്റ്റിൻ 1927 മോഡൽ വണ്ടിയാണ്. പറയാം ഇതൊക്കെ എങ്ങനെ ഇവിടെ എത്തിച്ചോ. ഇത് ഏകദേശം എൻ്റെ സൂപ്പർ ഡീയുടെ അതേ വീലുണ്ട്, അതേപോലെ തന്നെ ഉണ്ട്. ഇത്രയും വണ്ടികളാണ് ഇപ്പോൾ എത്തിയേക്കണത്. കുറേ എണ്ണമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എസ് ഡികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വന്നതനുസരിച്ച് കുറേശ്ശെ കാണിക്കാം. ഇന്നത്തെ കിഡിലും വണ്ടി തന്നെ കേട്ടത്. സ്റ്റാൻഡേർഡ് റോവർ. എന്ത് രസമായിട്ട് ചെയ്തേക്കുന്നത്. കളറൊക്കെ കിട്ടും. എന്താ വലുപ്പം വണ്ടി. ഇന്ത്യയിലൊക്കെ പക്കടി അലയുണ്ടല്ലോ. ഒന്നും പറയാം. സൂപ്പർ ലക്ഷറി, അങ്ങനത്തെ ലക്ഷറി. എന്നാൽ പിന്നെ വുഡ് ആണ് ലക്ഷറി കാണിക്കുന്ന ഒരു തീം. സ്റ്റാൻഡേർഡ് 2000 സൂപ്പറായിട്ട് മെയിൻ ചെയ്യുന്നത്. ഇന്നത്തെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ ഇത് തന്നെയാണ് കേട്ടോ. അടിപൊളി അടിപൊളി. ഹൃദയം, സ്റ്റാൻഡേർഡിൻ്റെ ഹൃദയം. വീട്ടിലായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയിട്ടാണ്. ഇന്നത്തെ സ്റ്റാറാണ് ഈ വണ്ടി. മിസ്തുഷിയുടെ വണ്ടിയാണ്. നല്ല ക്യൂട്ടായിട്ട്. അവിടെ ജിപ്സി പോലെ എന്നൊക്കെ പറയാം. രസമുണ്ട് കാണാൻ. ഇതല്ലോ ക്യൂട്ടായിട്ട് വണ്ടി. കളറൊക്കെ അത്ര ഇഷ്ടമില്ല.
വീണ്ടും ഒരു ഫിയറ്റ് 1100 ആണെന്ന് തോന്നുന്നു. ആഹാ, ഇതിലൊക്കെ അടിപൊളിയുണ്ട്. കിടലൻ കളർ, മുകളിലൊരു ലൈറ്റ് ബ്ലൂ, ഗ്രീനിഷ് ബ്ലൂ, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് വാച്ച് ഗ്രൂപ്പിൽ പറയാന്ന് വെച്ചാൽ വാച്ച് താല്പര്യമുള്ളവർക്ക് അറിയുണ്ടാവും, ടിഫാനി ബ്ലൂ എന്ന് പറയാം. ആ ഒരു കളർ ഏകദേശം. താഴത്തൊരു ഡാർക്ക് ബ്ലൂ. അതന്നെ ഫിയറ്റ് 1100. കിടലൻ വണ്ടി. ഓ, ഗോൾഫ്, ഒറിജിനൽ പഴയ ഗോൾഫ്, ഫോക്സ് വാഗൺ ഗോൾഫ്. എന്താ രസം, നല്ല വലിപ്പമുണ്ട് കേട്ടോ. ബാക്കിലൊക്കെ സ്ഥലമൊക്കെ ഒത്തിരി കുറവാണ്. സീറ്റൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പോളിസ്റ്റേഴ്സൊക്കെ ഉണ്ട്. ഇതിൻ്റെ സൈഡ് മിറേഴ്സ് ഉണ്ടല്ലേ, നല്ലോണം അങ്ങോട്ട് നീങ്ങിയിട്ടാണ്. GT ബ്രാൻഡിങ് പോലെ ആ റെഡ് ഒരു ലൈനൊക്കെ വെച്ചിട്ടുണ്ട്. വീണ്ടും ഒരു വീട്ടിലും ആ ഒരു ക്യൂട്ട്നെസ് തന്നെയാണ് കേട്ടോ. പറയുമ്പോൾ വലിയ വണ്ടിയാണ്, 2 ഡോറേ ഉള്ളൂ. അതാണ് മസൽ കാർ ഹോണ്ടസ. സൂപ്പറായിട്ട് ചെയ്തേക്കുന്ന വണ്ടിയാട്ടോ ഹോണ്ടസ ക്ലാസിക് ഡീലക്സ് വണ്ടി. ഇതൊന്നും പറയല്ലേ, ഫ്രണ്ടൊക്കെ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് നല്ലോണം. അതൊന്നും പറയാമല്ലോ, ഫ്രണ്ട് ഇത്തിരി നല്ലോണം പൊന്തിയൊക്കെ നിൽക്കണം, ബാക്ക് താഴ്ന്നിട്ട്. ഇതിൻ്റെയൊക്കെ വലിപ്പം എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി പടത്തിലൊക്കെ നമ്മുടെ മന്ത്രിമാരുടെയൊക്കെ വണ്ടി അതാണ് ഇപ്പോൾ ഈ മുതലാക്കി വെച്ചേക്കുന്നത്. ഫിയറ്റുകളുണ്ട്, ഫിയറ്റുകൾ ഒക്കെ ഫിയറ്റ്. ഈ ബെൻസ് ഉണ്ട്, ഇത് W123 ആണോ ഇതെന്തോ അതുപോലൊരു സാധനം പോലെ ഉണ്ട്. അല്ല കേട്ടോ, സോറി, 300D കിട്ടില്ല. ബുക്കതിൻ്റെ വണ്ടി കോണ്ടസ വീണ്ടും ഒരു ക്ലാസിക്. വണ്ടികളോട് വന്നിട്ടുണ്ട്. ഇതാ SD250 ക്ലാസിക് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. മീറ്ററൊക്കെ ഇതൊക്കെ ഫുള്ളി റിസ്റ്റോർഡാണ്. ഇതൊക്കെ എത്ര മാസങ്ങളുടെയും വർഷങ്ങളുടെയും പ്രയത്നം. പക്ഷേ റോഡിങ് ആണ് കുറച്ചുകൂടി ഒരു ലുക്ക് അറിയില്ല. ഇതേപോലെ SD മൊണാർക്ക് എന്ന് പറഞ്ഞൊരു വണ്ടി വന്നിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇതായിരിക്കുന്നു, എടുത്ത് കാണുന്നില്ലേ നീല കളർ. കൂടാതെ ഇതൊക്കെ റോഡിങ് ആണ്. അതിൻ്റെ അപ്പുറത്തായിട്ടാണ് മൊണാർക്ക് എന്ന് പറഞ്ഞ കിട്ടിലും വണ്ടി. ഞാൻ അതിൻ്റെ ഓണറായിട്ട് സംസാരിച്ചു. പുള്ളി ഏകദേശം 2020-ലോ 2022-ലോ 1,90,000 രൂപയ്ക്ക് ജയ്പൂരിൽ നിന്നിട്ട് മേടിച്ചാണ്. രജിസ്റ്റർ ചെയ്ത വണ്ടിയാണ്. സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ റെയറായിട്ടുള്ളൊരു വണ്ടിയാണ് മൊണാർക്ക്. ഇത് RD 350 ഹൈ ടോർക്ക്. ഇത് US സ്പെക്കാണ്. ഇതിൻ്റെ സൗണ്ടിന് കുറച്ച് വ്യത്യാസമുണ്ട്, പിന്നെ ഡിസ്കും വ്യത്യാസമുണ്ട്. ഒരു പ്രത്യേക ഒരു ഡിസ്ക് നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെയാണ്. US സ്പെക്ക് വണ്ടിയാണിത്. RD-ഒക്കെ പിന്നെ മോഹവലിയാണ്, ഷെയർ മാർക്കറ്റ് പോലെയാണ്. ഒന്നും പറയാല്ല, വില കൂടിക്കൊണ്ടേയിരിക്കും. RX 135. പിന്നെ വണ്ടികൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിവിടുന്ന് പരിചയപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ട്. അവരൊക്കെ അസല് വണ്ടി ഭ്രാന്തന്മാർ. ഇത് സെബാസ്റ്റ്യൻ, ഇമ്മാനുവൽ, അദ്ദേഹം കിഷൻ. ഇവരൊക്കെ ഒരുപാട് വണ്ടികൾ ഉപയോഗിച്ച്, അതായത് താല്പര്യങ്ങൾ പലതരത്തിലാണല്ലോ. അപ്പോൾ ഇമ്മാനുവൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇഷ്ടംപോലെ വണ്ടികളുണ്ട്, പക്ഷെ ഒന്നും റോഡിലിറക്കാൻ പറ്റാത്ത വണ്ടികൾ. അതായത് മോഹത്തിന് വാങ്ങിച്ച് വീട്ടിൽ വെച്ചേക്കുക. പക്ഷേ ഇദ്ദേഹം നേരെ തിരിച്ചാണ്, കിഷൻജി. പുള്ളി പറയുന്നത് വണ്ടി വാങ്ങുകയാണെങ്കിൽ ആ വണ്ടി നമുക്ക് റോഡിലിറക്കാൻ പറ്റണം, അപ്പോൾ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആയിരിക്കണം. അങ്ങനെ പലതരത്തിലുള്ള താല്പര്യങ്ങളുള്ള ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. ഇവിടെ പേര് അഭിഷേക്, എറണാകുളത്തന്നെ, ആലുവയിൽ. SD ആണോ മെയിൻലി ചെയ്യുക? SD മെക്കാനിക്കാണ്. കണ്ടില്ലേ, കൈ കണ്ടില്ലേ പുള്ളിയുടെ? SD ആണ് ഹൃദയത്തിലും കയ്യിലും. അല്ല, അപ്പോൾ ഏതൊക്കെ വണ്ടികളാണ്? SD-യുടെ എല്ലാ വണ്ടികളും ചെയ്യാൻ എല്ലാ SD-കളും റോഡ് കിങ്, ക്ലാസിക് എല്ലാം ചെയ്യാൻ കുറേ കാലമായോ ഈ ഫീൽഡ്? ഫാദറായിരുന്നു മെക്കാനിക്. അതല്ലേ, കയ്യിൽ കുറേ വണ്ടികളുണ്ടോ SD? അതല്ലേ, എത്ര വണ്ടികളോ? 2 വണ്ടി. എല്ലാം മറ്റേ പേപ്പേഴ്സൊക്കെ ഫിറ്റ് ആയിട്ടുള്ള ഇതായിട്ടുള്ള വണ്ടികൾ. ഓക്കെ ഓക്കെ ഓക്കെ. എവിടെയാണ് സ്ഥലം എന്ന് പറഞ്ഞാൽ? ആലുവയിൽ. ഓക്കെ ഓക്കെ. അപ്പോൾ കോൺടാക്ട് ചെയ്യാം എന്തായാലും. ഓക്കെ, താങ്ക് യു.
ഇദ്ദേഹം ഇമ്മാനുവൽ എന്നാണ് പേര്. പുള്ളിയുടെ പ്രത്യേകത ഞാൻ പറഞ്ഞ പോലെ ഇഷ്ടംപോലെ വണ്ടികളുണ്ട്, പക്ഷെ അതൊന്നും റോഡിൽ കൂടെ ഇറങ്ങണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല. വണ്ടി കാണുക, അതിലുള്ള ആനന്ദം, അതാണ് പുള്ളിയുടെ മെയിൻ സംഭവം. കയ്യിലുള്ള വണ്ടികളൊന്നും പറയാം. എൻ്റെ കയ്യിലുള്ള RD350 ഉണ്ട്, അത് റണ്ണിങ് ആണ്, പേപ്പേഴ്സ് അപ് ടു ഡേറ്റ് ആണ്, വൺസ് എ വീക്ക് ഓടിക്കുന്നുണ്ട്. പിന്നെ ഒരു നോട്ടനുണ്ട് 1939, ഒരു വാർ എഡിഷനാണ്. അത് ഒരു ക്വൈറ്റ് റെയർ പീസാണ്, സ്റ്റാർട്ടാവും, വേറെ ഡോക്യുമെൻസും ഒന്നുമില്ല ഇതിന്. പിന്നെ എനിക്കുള്ളത് 4 ലാംബ്രട്ട ഉള്ളത്. ഒരെണ്ണം 76 മോഡൽ ലാംബ്രട്ട, പിന്നെ ഉള്ളതെല്ലാം ലാംബ്രട്ട ഫസ്റ്റ് 3 മോഡൽസാണ്. LD എന്ന് പറയും, 54 ഇയർ, 56 ഇയർ, 58 ഇയർ. അത് 3 ഷാഫ്റ്റ് ഗിയർ ആണ്. ക്വൈറ്റ് റെയർ, അതാണ് എൻ്റെ ഒരു കളക്ഷനിലൊരു എനിക്ക് ഇഷ്ടമുള്ള ഒരു പ്രൈം 3. ഓക്കെ, ഇനി ഏതൊക്കെ വണ്ടികളെ കളക്ട് ചെയ്യണമെന്ന് മോഹമുള്ളത്? ബൈക്കിൻ്റെ കുറച്ച് 1942 ഏജിലുള്ള വേൾഡ് വാർ 2ൻ്റെ 1-2 അവിടെ എടുക്കണം എന്നുണ്ട്. നോട്ടനുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ബൈക്ക് ആ ഇയറിലുള്ളതാണ്. ട്രയംഫിൻ്റെ 3HW, DSയുടെ M20. ഇത് 3 വേൾഡ് വാർ 2ൻ്റെ സമയത്തുണ്ട്. അതുകൂടെ ഒന്ന് എടുത്ത് കളക്ഷൻ കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ട്. യുദ്ധങ്ങളോടാണ് താല്പര്യം. അത് ഓരോ കാലഘട്ടത്തിലെ വണ്ടിയാണ്, അത് ഉദ്ദേശിച്ചത്. അതെ, താങ്ക് യു. വന്നിട്ട് ആദ്യം പരിചയപ്പെട്ടത് സെബാസ്റ്റ്യനാണ്. ഞങ്ങളെന്തോ ഒരു വളരെയധികം സന്തോഷം നൽകുന്ന ഒരു ചിരി അല്ലേ? പുള്ളിയുടെ ചിരി കാണുമ്പോൾ നമുക്കും ചിരിക്കാൻ തോന്നുന്നു. നല്ല കാര്യം. പുള്ളിപ്പോൾ കൊണ്ടുവന്നേക്കുന്നത് RX 100 ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. എനിക്ക് ഒരു SB308 ഒരു കാറും കൂടി ഉണ്ട്. SB308. ഓക്കെ, മാരുതി സുസുക്കി 800 SB308 മോഡൽ. ശരി, മനസ്സിലായി. ഓക്കെ. അപ്പോൾ എൻ്റെ ആഗ്രഹം ഒരു RD എടുക്കണമെന്നാണ് ഫ്യൂച്ചറിൽ. അപ്പം അത് എന്തെങ്കിലും സാധിക്കും എന്നാണ്, സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വേഗം സാധിക്കട്ടെ. പിന്നെ അതുകൂടാതെ ഞാനൊരു ഇൻ്റർസെപ്റ്റർ ഉപയോഗിക്കുന്നുണ്ട്. ശരി. ഇൻ്റർസെപ്റ്റർ ഉണ്ട്. ആക്ച്വലി ആസ് ഓഫ് നൗ എല്ലാം കൂടെ മെയിൻറ്റെയിൻ ചെയ്തു പോകാനുള്ള അവസ്ഥയിലല്ല. അപ്പോൾ ആക്ച്വലി ഒരു RD350 എടുക്കണം ഫ്യൂച്ചറിൽ, 2 സ്ട്രോക്സിൽ. അതാണ് ബേസിക് എൻ്റെ ആഗ്രഹം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇദ്ദേഹമാണ് കിഷൻ, നമ്മുടെ രാജൂർ ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ പുള്ളി ഈ പറഞ്ഞ പോലെ എവിടെ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഗുരുവായൂർ, അതന്നെയാണ് എവിടെ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ മനസ്സിലായി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളിയായിട്ട് നമ്മൾ വണ്ടിയുടെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കായിരുന്നു. അപ്പോൾ പുള്ളി ഇങ്ങനെ പറയായിരുന്നു, ഒരു സ്കൂട്ടറും കൂടിയും ഒന്ന് എടുത്തോളൂ, നല്ലതായിരിക്കും. അപ്പോൾ എനിക്കും ഈ പറഞ്ഞ പോലെ മോഹം ഉണ്ടായിരുന്നു, അതേപോലത്തെ ലാംബ്രട്ട അല്ലെങ്കിൽ വിജയ് സൂപ്പർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതെങ്കിലും കൂടി ഒന്നുകൂടി വേണം എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛനും അമ്മയും അമ്മയൊക്കെ അത് കേട്ടാൽ ദേഷ്യപ്പെടുമായിരിക്കും, സ്വാഭാവികം. എന്നാലും അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഒരു ഹായ് പറയൂ ബ്രോ. ഹായ്. ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെ, കണ്ടുമുട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് അമ്മുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഇത് വേറൊരു അമ്മുവാണ്, അമൃത. ജിത്തേട്ടന് പിന്നെ നമ്മുടെ മൈക്ര എടുത്തിട്ടുണ്ടായിരുന്നു, നിസാൻ മൈക്ര. അത് എടുക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഏട്ടനാണ്. നിസാനിലാണ് ഏട്ടൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അമ്മുൻ്റെ അച്ഛനും അമ്മേനെയും നമ്മൾ ആദ്യം കാണുന്നത് തൃശ്ശൂരാണ്. ഇപ്പൊ തൃശ്ശൂർ ഫ്ലാറ്റില്ലേ ഉണ്ടല്ലേ? അപ്പോൾ അതെ അല്ലേ, ശരി. ഇപ്പൊ എറണാകുളത്ത് തന്നെയാണ് താമസം. അതെ, ഒരു ദിവസം വരാം, എല്ലാവരും കൂടി വരാം. അതെ, വളരെ സന്തോഷം. ഏതായാലും പ്രതീക്ഷിച്ചില്ല, ഒട്ടും പ്രതീക്ഷിച്ചില്ല. സന്തോഷം. എന്തായാലും കൊള്ളാം, ഈ ഒരു വിന്റേജ് ഇവന്റിൽ വന്നതിന് നല്ല കാര്യം. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഇതാ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഗുരുവായൂർക്ക്. പകുതി ദൂരം എത്താറായി. ചെറിയൊരു ബ്രേക്ക് എടുത്താണ് ഇത്തിരി വെള്ളം കുടിക്കാൻ. അപ്പോൾ നമ്മുടെ ഈ സ്പെഷ്യൽ വ്ളോഗ് സാധാരണ ചെയ്യണ പോലെ അല്ലാത്ത ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വിഷ് യു ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ്.